ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ ഞങ്ങൾ ആഗ്രയിൽ നിന്ന് നേരെ പോയത് അജ്മീറിലേക്കാണ്. അപ്പോൾ 10-11 മണി കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ 6 മണി 6:30 ആയിട്ടുണ്ടാവും അജ്മീറിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രെയിൻ കയറിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് അജ്മീറത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കൂടുതലായിട്ടൊന്നും അജ്മീറത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫോൺ അങ്ങനെ കൂടുതൽ മക്കാമിലൊക്കെ പോകുമ്പോൾ ഫോൺ അങ്ങനെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോണൊക്കെ പോയി പോകുന്നതിന് പേടിച്ചിട്ട് മാക്സിമം ഫോണൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആളുകളുടെ ഇടയിൽ നമ്മൾ ഫോൺ പോയി പോകുന്നതും പിന്നെ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ പോയി പോകുന്നതും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ തന്നെ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം എടുത്ത വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ കാണുന്നത് അവിടുത്തെ മക്കാമിൻ്റെ നേരെ മുന്നിൽ തന്നെ പിന്നെ കവാലി ചെല്ലുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ കവാലി കാണാനും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ് ഈ കവാലി കേൾക്കാൻ. ഉറുദു അതേപോലെ തന്നെ ഹിന്ദി ഭാഷയിലൊക്കെയാണ് ഇത് അവിടെ പാടുന്നത്. അപ്പോൾ അതൊക്കെ മ്യൂസിക്കോട് കൊടുത്താൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് വോയിസ് കൊടുക്കാണ്ട് അപ്ലോഡ് ചെയ്തത്. പിന്നെ പോയത് നമ്മൾ ചെറിയ ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്താനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം റേറ്റ് കുറഞ്ഞതുണ്ട്, റേറ്റ് കൂടിയതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഫാമിലിയിലേക്കും അതുപോലെ തന്നെ കസിൻസിന് വേണ്ടിയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ഞാൻ വാങ്ങിയത് ഏതെടുത്താലും 20 രൂപ 10 രൂപ അങ്ങനത്തെ ഒരു റേഞ്ചുള്ളതായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ മെയിനായിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ മക്കാമിലേക്ക് പോകുന്ന, അതായത് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു ടീമിനെ കേട്ടോ കണ്ടത്. സംഭവം എന്താണെന്ന് കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ബാൻഡും മേളവും അതുപോലെ തന്നെ പിന്നെ പാട്ടും പിന്നെ തലയിൽ ഇതൊക്കെ പൂവും അതുപോലെ തന്നെ പട്ടൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ അജ്മീറത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പിറ്റേന്നാണ് എന്താക്കിയത്, നമ്മൾ അജ്മീർ പാവൻ്റെ മകൻ്റെ, അതായത് ഫക്കറുദ്ദീൻ ബാബ പവൻ്റെ മക്ബറയിലേക്ക് പോയത്. അപ്പോൾ അവിടെ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയി. ഇത് അജ്മീറിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മളെല്ലാവരും കൂടെ അതിലാണ് പിന്നെ എന്താക്കിയത്, ഫക്കറുദ്ദീൻ പാപ്പാൻ്റെ മക്കാമിലേക്ക് പോയത്. പിന്നെ അവിടെ എത്തി. അവിടെ ഇതേപോലെ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അജ്മീർ മക്കാമിൻ്റെ അത്ര ആളില്ല, പക്ഷെ എന്നാലും അവിടെയും ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെയും മക്കാമിൻ്റെ നേരെ മുന്നിൽ കവാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് നമ്മളെ ഫാമിലിയിലുള്ളവർ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് മക്കളൊക്കെ ഇരുന്ന് അവരോടൊപ്പം കവാലി ചൊല്ലി. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇത്. മക്കൾക്കെല്ലാം ഭയങ്കര ആവേശവും ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. ഒരു മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്ന വീഡിയോസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോയത് മാർബിളൊക്കെ നമ്മൾ എടുക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് നേരിട്ട് കാണുമ്പോൾ ശരിക്കൊരു മഞ്ഞ് കട്ടപ്പിടിച്ച്, അതായത് കാശ്മീർ ആ ഒരു ഫീലൊക്കെ ആയിരുന്നു നമുക്കവിടെ. അവിടുന്ന് നമ്മൾ കുറേ നേരം കറങ്ങി. പിന്നെ മെയിനായിട്ടൊന്നുമില്ല, ഇതന്നെ മെയിനായിട്ട് കാണാൻ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ മെയിനായിട്ടൊരു കാര്യം. പിന്നെ അവിടെ നല്ല ചായയും മസാല ചായയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ അവിടുന്ന് കുടിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ മെയിനായിട്ട് അതന്നെ. പിന്നെ അവിടെ നമ്മൾ നേരെ തിരിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ പോയത് പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു മക്കാമിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോകുമ്പോൾ കണ്ടൊരൊട്ടകാണ് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിന് കാണാൻ വേണ്ടി. അങ്ങനെ അജ്മീർ അതേപോലെ തന്നെ അവിടെയുള്ള മക്കാമുകൾ, അനസാഗർ അതേപോലെ തന്നെ ജിന്നു പള്ളി അവിടെയൊക്കെ പോയതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ അവിടുന്ന് പിന്നെ നേരെ ഡൽഹിയിലേക്ക് പോയി. പിന്നെ അവിടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് പഞ്ചാബിലേക്കാണ് കേട്ടോ. അപ്പോൾ പഞ്ചാബിലേക്ക് പിന്നെ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ പഞ്ചാബിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രം എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ലോക്കറിൽ വെച്ചതിന് ശേഷം നമ്മൾ പഞ്ചാബിലേക്ക് ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ് ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ നമ്മൾ.
അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വ്ളോഗ് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.